ഒരു കൊച്ചു കുഞ്ഞിന് ഇറങ്ങി നടക്കാൻ കഴിയുന്നത്ര ആഴമില്ലാത്തതും എന്നാൽ ഒരു ആനയ്ക്ക് നീന്തി തുടിക്കാൻ കഴിയുന്നത്ര ആഴമുള്ളതുമായ ഒരു മാന്ത്രിക കുളം പോലെയാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം. ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാകുമെങ്കിലും കൂടുതൽ അടുത്തറിയും തോറും ആഴങ്ങൾ കാണാൻ കഴിയാത്തവണ്ണം അഗാധമാണെന്ന് നമുക്ക് ബോധ്യമാകും. ഇന്നത്തെ ഏവങ്കേലിയോൻ വായനയിൽ വീഞ്ഞ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ വീഞ്ഞ് ദൈവിക അനുഗ്രഹങ്ങളുടെയും സമൃദ്ധിയുടെയും അടയാളമായിരുന്നു. പ്രവാചകന്മാർ വരുവാനിരിക്കുന്ന യഥാർത്ഥ ആനന്ദത്തെ സൂചിപ്പിക്കുവാനും മുന്തിരിയെയും മുന്തിരിത്തോട്ടങ്ങളെയും വീഞ്ഞിനെയും എല്ലാം ഉപമകളായി ഉപയോഗിച്ചിട്ടുണ്ട്. ഇവർക്ക് വീഞ്ഞില്ലല്ലോ എന്ന് കന്യകമറിയാം യേശുവിനോട് പറയുമ്പോൾ അത് ആ കല്യാണ വീട്ടിൽ മാത്രം തീർന്നു പോയൊരു വീഞ്ഞിനെ കുറിച്ചല്ല പറയുന്നത്. ഈ വീഞ്ഞ് പണ്ടേ മറ്റൊരു കല്യാണ വീട്ടിൽ വെച്ച് തീർന്നു പോയതാണ്. വേദപുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നാം അത് കാണുന്നുണ്ട്. ദൈവത്താൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആദാമും ഹവ്വയും തങ്ങളുടെ വിവാഹ ജീവിതത്തിൻ്റെ ആനന്ദത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ആ ആനന്ദമെല്ലാം നുഴഞ്ഞു കയറിയ സർപ്പത്തിൻ്റെ ഉപദേശം വിശ്വസിച്ചത് മൂലം അവർ തന്നെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു കാഴ്ച. ഇന്ന് മറിയാം സകല മാനവകുലത്തിൻ്റെയും അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് രണ്ടാം ഹവ്വയായി നിന്നുകൊണ്ട് ആനന്ദമാകുന്ന ആ വീഞ്ഞ് തീർന്നു പോയെന്ന് കർത്താവിനോട് പറയുകയാണ്. ഒരമ്മ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി യാചിക്കുന്നത് പോലെ ഭയത്തിലും അരക്ഷിതാവസ്ഥയിലും മനസ്സ് തകർന്നും എല്ലാ സന്തോഷങ്ങളും നഷ്ടപ്പെട്ടു പോയ തൻ്റെ മക്കളുടെ ജീവിതത്തിലേക്ക് ആനന്ദം മടക്കിക്കൊടുക്കണമേ എന്ന് ഹവ്വായ്ക്ക് വേണ്ടി കന്യകമറിയാമാകുന്ന രണ്ടാം ഹവ്വ സംസാരിക്കുകയാണ്. തനിക്ക് പറ്റിപ്പോയ തെറ്റുകൊണ്ടാണ് പറുദീസയുടെ ആനന്ദം നഷ്ടപ്പെട്ടു പോയതെന്ന ഹവ്വയുടെ വേദന ഏറ്റെടുത്ത് നിന്നുകൊണ്ട് പറയുന്നത് പോലെയാണ് കന്യകമറിയാം ഇത് പറയുന്നത്. തന്നെ പ്രസവിച്ച മാതാവിനെ യേശു 2 പ്രാവശ്യം മാത്രം വിളിക്കുന്നതായിട്ടാണ് സുവിശേഷത്തിൽ കാണുന്നത്. ആ 2 പ്രാവശ്യവും സ്ത്രീയെ എന്നാണ് സംബോധന ചെയ്യുന്നത്. ഇതിലൂടെ സർപ്പത്തിൻ്റെ തല തകർക്കാൻ പിറന്നവനെ പ്രസവിച്ച ആ സ്ത്രീയെ ലോകത്തിൻ്റെ മുമ്പിൽ യേശുക്രിസ്തു അവതരിപ്പിക്കുകയാണ്. സ്ത്രീയെ, എനിക്കും അവിടത്തേക്കും എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുന്നതിലൂടെ വെള്ളം വീഞ്ഞാക്കി മാറ്റാനുള്ള സമയത്തിൻ്റെ കാര്യമല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെയോ യഥാർത്ഥ വീഞ്ഞാകുന്ന ആനന്ദം മനുഷ്യകുലത്തിന് നൽകാനുള്ള സമയമായിട്ടില്ല എന്നാണ് പറയുന്നത്. മനുഷ്യകുലത്തിന് നഷ്ടപ്പെട്ടു പോയ ആനന്ദത്തിൻ്റെ യഥാർത്ഥ വീഞ്ഞ് കർത്താവ് നൽകിയത് ക്രൂശിൻ്റെ മുകളിൽ വെച്ചാണ്. അത് തൻ്റെ രക്തം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ 6:55 നമ്മുടെ കർത്താവ് പറയുന്നത്, എൻ്റെ ശരീരം സത്യമായിട്ടും ഭക്ഷണമാകുന്നു, എൻ്റെ രക്തം സത്യമായിട്ടും പാനീയവുമാകുന്നു. യഥാർത്ഥ വീഞ്ഞ് നൽകുന്ന ആ സമയമായപ്പോൾ യേശുക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് കന്യകമറിയാമിനെ സ്ത്രീയെ എന്ന് വീണ്ടും വിളിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആനന്ദത്തിൻ്റെ ഉറവിടം, അതിൻ്റെ പൂർണ്ണതയും ദൈവത്തിൽ മാത്രമാണ്. മറ്റൊന്നിലേക്ക് നാം അത് തേടി പോകരുത്. അങ്ങനെ പോകുന്തോറും മനുഷ്യജീവിതം നിലയില്ല കയങ്ങളിൽ മുങ്ങിത്താഴും. അതുകൊണ്ട് ഹവ്വ ചെയ്തതുപോലെ രണ്ടാം ഹവ്വ ഇവിടെ തെറ്റ് ചെയ്യുന്നില്ല. പിശാചിൻ്റെ ഉപദേശം സ്വീകരിക്കുന്നതിന് പകരം കന്യകമറിയാം പരിചാരകരോട് അവൻ നിങ്ങളോട് പറയുന്ന പ്രകാരം നിങ്ങൾ ചെയ്യണമെന്ന് ഉപദേശിക്കുന്നതിലൂടെ ഹവ്വ ചെയ്ത തെറ്റ് ആവർത്തിക്കാതിരിക്കുവാനായിട്ട് രണ്ടാം ഹവ്വ പ്രത്യേകമായി ഇവിടെ ശ്രദ്ധിക്കുകയാണ്. കന്യകയാകുന്ന മുന്തിരിത്തണ്ടിൽ നിന്ന് അടർത്തിയെടുക്കപ്പെടുകയും ശൂന്യനഗരത്തിൽ വെച്ച് പിഴിഞ്ഞെടുത്ത് രക്ഷാകരമായ കാസയായി കലർത്തപ്പെടുകയും വിശ്വാസമുള്ള സഭയ്ക്ക് നൽകപ്പെടുകയും ചെയ്ത ജീവനുള്ള മുന്തിരിക്കുലയെന്ന് നമ്മുടെ പിതാക്കന്മാരാരെക്കുറിച്ച് പറഞ്ഞുവോ ആ കർത്താവ് തൻ്റെ സൃഷ്ടിയെ മുഴുവനും ആനന്ദിപ്പിക്കുവാൻ പ്രാപ്തിയുള്ള ആ വീഞ്ഞ് നൽകുന്ന ആ ദൈവനിശ്ചിത സമയത്തിനായിട്ടുള്ള കാത്തിരിപ്പാണ് ഈ നോമ്പുകാലം. അതിൻ്റെ പരിസമാപ്തിയിൽ ഗോകുൽത്തായുടെ ഉന്നതത്തിൽ വെച്ച് കലർത്തപ്പെട്ട സ്തോത്രത്തിൻ്റെയും രക്ഷയുടെയും കാസായെ പാനം ചെയ്യുവാൻ ഈ നോമ്പിലൂടെ ആത്മശരീര മനസ്സുകളെ വിശുദ്ധിയോടെ ഒരുക്കി കാത്തിരിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.